ഹലോ കൂട്ടുകാരെ, ഏവർക്കും ഗാർഡൻ ബീനയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി കടലക്കറിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കറുത്ത കടലയാണ്. കറുത്ത കടല 2 കപ്പ് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചു. കുക്കറിലിട്ട് 7 അടിയാണ് അടിച്ച് 7 വിസിൽ വരുത്തി. അതിൻ്റെ കൂടെ ഒരു 3 വലുതായിരുന്നു എൻ്റെ ചെറിയ ഉള്ളി, അതുകൊണ്ടൊരു 3 ഉള്ളി കൂടി ഇട്ടു. നിങ്ങൾക്ക് 4 5 ഇട്ട് വേവിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ കറുത്ത കടല വെന്ത് വരുമ്പം നമ്മളിങ്ങനെ വെള്ളം എടുത്തു കഴിയുമ്പോൾ അത് കുറേ ഇച്ചിരി ഒരു ഡാർക്കായിട്ടിരിക്കും. ആ കടലയുടെയൊക്കെ തൊലിയുടെയൊക്കെ ഇതങ്ങിട്ടായിരിക്കും. ഞാനിപ്പോൾ അതൊന്ന് കളഞ്ഞിട്ട് പിന്നെ തിളച്ച വെള്ളം ഇച്ചിരി ഒഴിച്ചു വെക്കും. അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കടലക്കറി ഉണ്ടായി കഴിയുമ്പോൾ ഒരു കറുത്ത കളറിലിരിക്കും. അപ്പോൾ വെന്ത കടലയാണിത്. വെന്ത കടലയ്ക്കകത്ത് ഉള്ളി ഇട്ട് വേവിച്ചതാണ്. അതേപോലെ അങ്ങോട്ട് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് ഇത് തേങ്ങ 1 കപ്പ് തേങ്ങയ്ക്കകത്തോട്ട് ഒരു 10 കുരുമുളക് ഇട്ടു. കുരുമുളകിന്റെ കൂടെ തന്നെ കറിവേപ്പില, അതുപോലെ തന്നെ 4 ഉള്ളി അരിഞ്ഞിട്ടാണ് അത് മൂപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ മൂത്ത് വന്ന ഈ തേങ്ങ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ശരിക്കും നല്ല സ്മെല്ല് വന്നു. ഇത് മൂത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ സൈഡിലോട്ട് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് 2 മിനിറ്റ് മൂപ്പിച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മസാല ഒന്ന് ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് മിക്സിയിലിട്ട് അധികം വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് മൂത്ത് വന്നിരിക്കുന്ന തേങ്ങായും നമ്മുടെ മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഉള്ള ഈ മസാല നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. മസാല അരച്ചെടുത്ത് ഇപ്പോൾ നമുക്ക് എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി പോകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കടുക്, ഇപ്പോൾ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ഇടുക. എല്ലായിടത്തും ഇളകി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കടല ഇതിൻ്റെ അകത്തേക്ക് ഇടാവുന്നതാണ്. വെന്ത് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് കറിക്കൊരു അല്പം കൊഴുപ്പ് കിട്ടണമെന്നുള്ളതൊക്കെ ചിലർക്ക് ഇച്ചിരി കറി ഇച്ചിരി കൊഴുപ്പിരിക്കുന്നതായിരിക്കണം ഇഷ്ടം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെന്ത കടല അരച്ചതാണിത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ വളരെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെന്ത കടല നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ കടലക്കറി റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.